ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷാർജ ഡെസേർട്ട് പാർക്കിലോട്ട് പോകാനാണ്. അപ്പം എല്ലാവരും ഉണ്ട്. മുന്നായെയും അസറിനെയും ഉമ്മച്ചിയെയും അവിടെ പോയി പിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഷാർജയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡെസേർട്ട് പാർക്കിലെ ടൈമിംഗ് വരുന്നത് സൺഡേ ടു തേഴ്സ്ഡേ വരെ 9 മണി തൊട്ട് 5:30 വരെയും, ഫ്രൈഡേ 2 മണി തൊട്ട് 5:30 വരെയും, സാറ്റർഡേ 11:30 ടു 5:30 വരെയാണ് കേട്ടോ. ട്യൂസ്ഡേസിൽ ഓഫ് ആയിരിക്കും. ബിലോ 12 ഇയേഴ്സിന് ഫ്രീ ആണ് കേട്ടോ. എബോവ് 12 ഇയേഴ്സിന് 5 dirhams ആണ് പെർ ഹെഡ് വരുന്നത്. പിന്നെ അഡൽസിന് 15 dirhams ആണ്. നല്ല വിശപ്പുണ്ട്, എല്ലാവരും നല്ല വിശന്ന് കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് പാർക്കിന്റെ അകത്ത് വെച്ച് കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പാർക്കിനകത്ത് കയറിയത്. ഉമ്മച്ചി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു കേട്ടോ. അതും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പാർക്കിലോട്ട് കയറിയത്. ഈ ഒരു ഷാർജ ഡെസേർട്ട് പാർക്ക് ലിറ്ററലി ഒരു പെർഫെക്റ്റ് ഫാമിലി എന്റർടൈൻമെന്റ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഡെസേർട്ടിൽ ഉള്ള ഒരു റിയൽ അറേബ്യൻ വൈൽഡ് ലൈഫും അവരുടെ ലൈഫ് സ്റ്റൈലും ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പാർക്കിൽ ഉള്ള പാർക്കിന് ഉള്ളില് അറേബ്യൻ വൈൽഡ് ലൈഫ് സെന്ററും ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ലൈവ് ആനിമൽസും അറേബ്യൻ ലെപ്പേർഡ്, ഹീന, ഫോക്സ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ സേഫ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. മെയിൻ തിങ് എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് എയർ കണ്ടീഷൻ ഉള്ള സ്ഥലത്ത് ആയിരിക്കും നമുക്ക് ഇതെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നും ഔട്ട്സൈഡിലില്ല. അത്ര വലിയ നമുക്ക് ചൂടത്ത് പോയാൽ അയ്യോ ചൂടായിരിക്കും, വെയിലായിരിക്കും, മക്കൾ ക്ഷീണിക്കും എന്നുള്ളതില്ല കേട്ടോ. എല്ലാം എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു റൂമുകളിലായിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് ഷാർജ ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ്. ഷാർജ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാനിക്കൽ മ്യൂസിയം എന്നത് ഒരു സൂപ്പർ ഇൻട്രസ്റ്റിംഗ് സ്പോട്ടാണ് കേട്ടോ. എസ്പെഷ്യലി ആരെങ്കിലും നാച്ചുറും ഡെസേർട്ട് പ്ലാന്റ്സിനെയും ഫോസിൽസിനെയും ഒക്കെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. മ്യൂസിയത്തിൽ നമ്മൾ ഡെസേർട്ടിൻ്റെ ഒറിജിനും ക്ലൈമറ്റും ജിയോളജിയും എല്ലാം സയന്റിഫിക്കലി ബട്ട് സിമ്പിളായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെസേർട്ടിൽ പ്ലാന്റ്സ് എങ്ങനെ സർവേ ചെയ്യുന്നു, അവയുടെ വാട്ടർ സ്റ്റോറേജ് മെക്കാനിസം, റൂട്ട് സിസ്റ്റം, ഇതൊക്കെ റിയൽ മോഡൽസിനെയും ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേയും കൊണ്ട് വെച്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ ഡെസേർട്ട് ലൈഫിൽ ക്യാമൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, ബോഡി ഫീച്ചേഴ്സ് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ കൂടാതെ അവരുടെ ബോഡി ടെമ്പറേച്ചർ, ഹോട്ടിൽ എങ്ങനെ അവർ സർവൈവ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള ഈ പിങ്ക് ക്രിസ്റ്റൽ സ്റ്റോൺ കണ്ടാൽ തന്നെ ഒരു വാവ് ഫീലിംഗ് തോന്നും കേട്ടോ. അതിൻ്റെ കളറും ഷൈനിങ്ങും കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്. ഈ ടൈപ്പ് ക്രിസ്റ്റലുകൾ യൂഷ്വലി എർത്തിൻ്റെ ഡീപ്പ് ലെയേഴ്സിൽ നിന്ന് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് ഫോർമേഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ജിയോളജിക്കൽ പ്രഷറും ഹീറ്റ്സും മിനറൽസും ഒക്കെ മിക്സ് ചെയ്യുമ്പം കൂടി ആ ബ്യൂട്ടിഫുൾ പിങ്ക് കളറ് വരുന്നതാണ്. ഇങ്ങനെ കുറേ നടന്ന് കാണുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്. കുട്ടികൾക്ക് കളറിങ്ങും പിന്നെ വോൾക്കാനോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാർജ ഡെസേർട്ട് പാർക്കിലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ഒരു സ്പോട്ടാണ് ചിൽഡ്രൻസ് ഫാം. ഇവിടെ കിഡ്സിന് ആനിമൽസിനെ ക്ലോസ് ആയിട്ട് നോക്കാനും ഫീഡ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ കഴിയും കേട്ടോ.
ഇത് കിഡ്സിന്റെ ക്യൂരിയോസിറ്റിയും കോൺഫിഡൻസിനെയും ഒക്കെ കൂട്ടാനായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സേഫ് ഏരിയ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ഗോഡ്സ്, ഷീപ്സ്, കൗസ്, പോണീസ്, റാബിറ്റ്സ്, ഡക്സ്, ചിക്കൻസ് അങ്ങനെ പലതരം ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്. പിന്നെ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം ഫ്രണ്ട്ലി ആണ് കേട്ടോ. അവരെ കിഡ്സിനെ ആനിമൽസിനെ കറക്റ്റ് വേ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യും. നെക്സ്റ്റ് ഒരു കുറച്ച് സ്കേറി ആവുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ ഉള്ളത് പോയിസൺസും നോൺ പോയിസൺസും ആയിട്ടുള്ള സ്നേക്സ് ഉണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ സാൻഡ് വൈപ്പർ, സോ സ്ക്വയർഡ് വൈപ്പർ, പിന്നെ ബുവ, പൈതൻ, അറേബ്യൻ കോബ്ര ഇതുപോലത്തെ ഡേഞ്ചറസ് സ്നേക്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിങ്ങും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാ സ്നേക്സിനും നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവരെ ക്ലോസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ സ്ട്രെസ് ആവില്ല കേട്ടോ. ഒരു സ്നേക്കിന്റെ മൂവ്മെന്റ്, അത് സാൻഡിൽ ബ്ലെൻഡ് ആവുന്ന കമോഫ്ലേജ്, അതിന്റെ സ്ലോ ബ്രീത്തിങ്, ഇതൊക്കെ ക്ലോസ് ആയിട്ട് കണ്ടു നോക്കാനായിട്ട് നമുക്ക് ഇവിടെ സാധിക്കും. സേഫ് ആണ്, സെക്യൂർഡ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം റിയൽ ഡെസേർട്ട് വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും ഇവിടെ സാധിക്കുന്നു. നെക്സ്റ്റ് ബേർഡ്സ് ഏവിയറിയാണ് വരുന്നത്. ഈ ഒരു സെക്ഷൻ ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ബേർഡ്സിനെ നടന്ന് അവരുടെ അവരുടെ ആ സൗണ്ടും അവരുടെ ആ ലൈഫ് സ്റ്റൈലും എല്ലാം തൊട്ടറിയാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇവിടെ കാട്ടിനുള്ളിൽ പോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ് കുറെ പാർട്ടുകളെല്ലാം കണ്ട് നല്ല വിശപ്പായി, എല്ലാവരും വിശന്ന് തളർന്നിരിക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളൊരു ഡെസേർട്ടിൽ ഇറങ്ങി. ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചു കേട്ടോ. എല്ലാവരുമായിട്ട് കഴിച്ചിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പൊ ദേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ്, ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, ബൈ.